ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. നിങ്ങൾ മുടി കൊഴിയുന്നവർ, അതേപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വന്നവർ, അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത ആൾക്കാർ ഒരുപാട് ഡൗട്ട് ഉണ്ട്. കാരണം നമ്മളെ വീഡിയോസിൻ്റെ കമൻറ്റിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഇത്രയും കാലം ചെയ്ത വീഡിയോസിലൊക്കെ കമൻറ്റ് ഓരോന്ന് നമ്മൾ നോക്കിയിട്ട് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചു. റിപ്ലൈ ഞാനല്ല തരുന്നത്, ഞാനും നിങ്ങളെ പോലെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കാര്യമായിട്ട് അറിയുന്ന നമ്മളെ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത LHNS എന്ന ക്ലിനിക്ക് കോയമ്പത്തൂരിലെ ഡോക്ടർ നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടറോട് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ മാം, കുറച്ച് ഡൗട്ടുകളുണ്ട്. ഞാൻ വീഡിയോ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയ ശേഷം കുറേ ഡൗട്ടുകൾ വരുന്നുണ്ട്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഒക്കെ പാടെ കൂട്ടിയിട്ട് നീണ്ടൊരു വീഡിയോ ആക്കുന്നില്ല, ചെറിയൊരു വീഡിയോ ആക്കി എടുക്കാം. അപ്പോൾ അതിൽ ആദ്യം ചോദിച്ചെന്ന് വെച്ചാൽ, ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വരുന്ന ആൾ ഇവിടെ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും, കാറിലൊക്കെ വരുന്നൊക്കെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുമോ, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തതിന് ശേഷം ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഡ്രൈവ് ചെയ്ത് പോകാം, പക്ഷെ നമ്മൾ ഇവിടുന്ന് അന്ന് നൈറ്റ് അയക്കില്ല. കാരണം മെഡിസിൻസ് ഒക്കെ എടുക്കും, കുറച്ച് ടയർഡ് ആയിരിക്കും, ഉറക്കം വരും, ആ ക്ഷീണം ഉള്ളത് കൊണ്ട് നമ്മൾ അന്ന് നൈറ്റ് അയക്കില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പ്രശ്നമില്ല. അന്ന് നൈറ്റ് അയക്കാത്തതിന്റെ റീസൺ ഇതേ ഉള്ളൂ. ക്ഷീണത്തിന്റെ ഒരു ടയർഡ് ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ സെൽഫ് ഡ്രൈവ് ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അന്ന് ഇവിടെ നൈറ്റ് സ്റ്റേ ചെയ്യിപ്പിച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പ്രശ്നമില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വരുന്ന ആള് ഒരു സിംഗിൾ ആയിട്ട് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്ന് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന അന്നും പിറ്റേന്നും കൂടെ നിന്നിട്ട് അതിന്റെ നെക്സ്റ്റ് ഡേ തേർഡ് ഡേ ഇവിടുന്ന് അയക്കുള്ളൂ, സെക്കൻഡ് ഡേ അയക്കില്ല. സെൽഫ് ഡ്രൈവ് ആണെങ്കിൽ അങ്ങനെ സ്റ്റേ കാര്യങ്ങളോട് കൊടുക്കാം. അത് തന്നെ ഇവിടെ തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാറ് ഡ്രൈവ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ബൈക്കിന്റെ അവസ്ഥ എന്താണ്? അപ്പോൾ ബൈക്ക് പറ്റില്ല. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മഴ ഉണ്ടാലോ, അല്ലെങ്കിൽ വേർക്കായി കഴിഞ്ഞാൽ വെയിലത്തൊക്കെ പോകുമ്പോൾ ഇവിടെ ഒരു ഇതാക്കിയല്ലോ, ഹെൽമെറ്റ് വെക്കാനും പറ്റില്ല. പക്ഷെ ഹെൽമെറ്റ് വെക്കാനും ഡ്രൈവ് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പൊ ബൈക്ക് എന്തായാലും ഇല്ല. കാറാണെങ്കിൽ നമുക്ക് തേർഡ് ഡേ പോവാം. അല്ല, ബസ്സിലോ ട്രെയിനിലാണ് അവർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് വീണ്ടും സെക്കൻഡ് ഡേ ട്രാവലും ചെയ്യാൻ പ്രശ്നമില്ല. സ്റ്റെം സെൽ തെറാപ്പിനെ കുറിച്ചാണ്. കാരണം നമ്മളെ ഇപ്പൊ ഈ ഉള്ളു കുറവുള്ള ആൾക്കാർ, ഇപ്പൊ ട്രാൻസ്ഫോർം ചെയ്താൽ തന്നെ നല്ല തിക്കില്ലാത്ത ആൾക്കാർക്ക് സ്റ്റെം സെൽ തെറാപ്പി ചെയ്തിട്ട് നന്നായിട്ട് ഉള്ളു കൂട്ടിക്കൂടെ എന്നൊരു ചോദ്യം. സ്റ്റെം സെൽ തെറാപ്പിനെ കുറിച്ച് എന്താ വേണ്ടത്? സ്റ്റെം സെൽ തെറാപ്പി മാത്രമല്ല, നമ്മൾ PRPയും GFCസും എക്സോസോംസ് അങ്ങനെ എന്തും ആണെങ്കിലും എല്ലാം എക്സിസ്റ്റിംഗ് റൂട്ട്സിനെ കുറച്ചും സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ പുതിയതായിട്ട് ഒരു റൂട്ട് ഒരിക്കലും ഫോം ആവില്ല. അതെ, നമ്മൾ എത്ര പ്രാവശ്യം ചെയ്താലും എക്സിസ്റ്റിംഗ് റൂട്ട്സിന് സ്ട്രോങ് ആവുന്നതുകൊണ്ട് അവിടെ നിന്നുള്ള ഹെയർ ഗ്രോത്ത് നമുക്ക് വിസിബിളായി കാണുന്നുണ്ട്. റൂട്ട് ഇല്ലാത്ത ഭാഗം, വലിയ മുടി മൊത്തത്തിൽ അങ്ങനെ കൊഴിഞ്ഞു പോയ ഭാഗത്ത് നമ്മൾ എത്ര ഇഞ്ചക്ഷൻസ് എടുത്താലും പഴയ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിന് ശേഷം ഈ മിനോക്സിഡ് അല്ലെങ്കിൽ സെറം ഒക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എന്താണ്? എന്നോട് ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ട്, ഞാൻ ഉപയോഗിക്കുന്നില്ല, അങ്ങനത്തെ സെറം ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് മാമിന്റെ ഒരു? ആക്ച്വലി ഇത് നല്ല മെഡിസിൻ. മിനോക്സിൽ ശരിക്കും പഴയ മെഡിസിൻസ് ആണ്. നമുക്ക് കുറേ വർഷങ്ങൾ മുൻപിലായിട്ട് നമ്മൾ ഈ ഇഞ്ചക്ഷൻസും മെഡിസിൻസ് ഒക്കെ വരുന്ന മുൻപിലത്തെ ഉള്ള മെഡിസിൻസ് ആണ് മിനോക്സിലൊക്കെ. അത് നല്ല മെഡിസിൻ ആണ്, പക്ഷെ അത് നിർത്താൻ പാടില്ലെന്നേ ഉള്ളൂ. അപ്പൊ ചിലപ്പോൾ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, ഞാനിപ്പോൾ അബ്രോഡ് പോയി, എനിക്ക് അവിടെ പോയിട്ട് ഹെയർ ഫോൾ ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് PRPസോ അല്ലെങ്കിൽ GFC ആയിട്ടോ ട്രീറ്റ്മെന്റ്സ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല മുടി പോകുന്നു. അങ്ങനെയുള്ളവർക്ക് മിനോക്സിൽ മാത്രമേ ഒറ്റ ഓപ്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. എടുക്കുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കുറച്ച് ലോങ് ടേം കണ്ടിന്യൂ ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് എല്ലാവർക്കും കമ്പൽഷൻ ആയിട്ട് മിനോക്സിൽ കൊടുക്കാറില്ല. ഇപ്പൊ നേരത്തെ യൂസ് ചെയ്തവർക്കാണെങ്കിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടും അവർക്ക് കണ്ടിന്യൂ ചെയ്യണം. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് നമുക്ക് എത്ര സമയത്തിന് ശേഷം ഇത് ഉപയോഗിക്കാൻ പറ്റുക? നേരത്തെ യൂസ് ചെയ്യുന്നവർക്ക് ഒരു 3 വീക്സ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം. പുതിയതായിട്ടാണ് യൂസ് ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ 3 മന്ത്സ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷെ അത് കമ്പൽഷൻ അല്ല. പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് അവർക്ക് മെയിൻ്റനൻസ് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അതിന് ഡിപ്പെൻഡ്സ് മിനോക്സിൽ എടുത്താൽ മതി. അത് നമ്മൾ ഇവിടുന്ന് ടാബ്ലറ്റ്സ് ആയിട്ട് കൊടുക്കാറില്ല, ടോപ്പിക്കൽ സൊല്യൂഷൻ ആയിട്ട് മാത്രമേ ഉള്ളൂ. ഫിനസ്ട്രൈഡിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചാണ് 2-3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫിനസ്ട്രൈഡ് ഹോർമോൺ ബ്ലോക്കർ ആണ്, പക്ഷെ അത് നമ്മൾ ടാബ്ലറ്റ്സ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡോസേജിലാണ് കുറേ പേർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ അതും ഇവിടുന്ന് ഞങ്ങൾ കൊടുക്കാറില്ല. കാരണം ഏറ്റവും കുറഞ്ഞ 1 മില്ലിഗ്രാം 2 മില്ലിഗ്രാം ഡോസേജ് ആണ്. 2 മില്ലിഗ്രാം ആയിരിക്കും വരുന്നത്. 1 മില്ലിഗ്രാം 2 മില്ലിഗ്രാം ആണ് യൂഷ്വലി കുറേ പേര് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതും ഇവിടെ ഞങ്ങൾ തരാറില്ല. കാരണം ആ ഒരു 1 മില്ലിഗ്രാമോ 2 മില്ലിഗ്രാമോ അവരുടെ ബോഡിക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരുമോ എന്നുള്ളത് അവരുടെ ഹെൽത്ത് ഡിപ്പെൻഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് സജസ്റ്റ് ചെയ്യാറില്ല. അതിന് പകരം മിനോക്സിലും ഫിനസ്ട്രൈഡ് കമ്പൈൻഡ് ആയിട്ട് വേണമെങ്കിൽ ടോപ്പിക്കൽ സൊല്യൂഷൻ യൂസ് ചെയ്യാം. അതാകുമ്പോൾ ലോക്കൽ അപ്ലിക്കേഷൻ അല്ലേ, ടോപ്പിക്കൽ അല്ലേ. അപ്പൊ ആ ഒരു ലോക്കൽ ഏരിയ മാത്രമേ നമുക്ക് ഇതാവുള്ളൂ. ബോഡിന്റെ അകത്തോട്ടുള്ള ഹോർമോൺസിന് ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പൊ ടോപ്പിക്കലായിട്ട് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതാണ്. അതുപോലെ തന്നെ പിന്നെ ചോദ്യം പറഞ്ഞാല്, ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാല് ബൈക്ക് ഉപയോഗിക്കാൻ പറ്റൂലേ? അതുപോലെ തന്നെ ഹെൽമെറ്റ് വെക്കാൻ പറ്റുമോ? പിന്നീട് മുടി കൊഴിഞ്ഞു പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡ് വർക്ക് പോകുന്നവർക്കൊക്കെ എങ്ങനെയാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഉപയോഗിക്കാം. കുറെ പേർക്ക് കാറ്റ് വേഗം അടിച്ചാൽ മുടി പോകാൻ കൂടി ഉണ്ട്.
ബൈക്ക് ട്രാവൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ധാരാളം ട്രാവൽ ചെയ്യാം. പക്ഷേ ഹെൽമെറ്റ് ഫുൾ ടൈം മോർണിംഗ് തുടങ്ങി നൈറ്റ് വരെ ഹെൽമെറ്റ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണ്ട. ഇടയ്ക്കൊന്ന് റിമൂവ് ചെയ്യുക, വേർപ്പൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്തോളൂ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഫുൾ ടൈം ഹെൽമെറ്റ് ആയിട്ടാകുമ്പോൾ നമുക്ക് പിന്നെയും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും. ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം കഴിഞ്ഞാലാണ് ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പറ്റുക? ഒരു 10-15 days കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങാം. പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചെറിയ ഗ്യാപ്പ് ഇട്ട് വിയർക്കാണ്ട് വിങ്ങാണ്ടൊക്കെ നോക്കിയാൽ മതി. വേർത്താലും കുഴപ്പമില്ല, പക്ഷെ അത് ഒരു നൈറ്റ് ഫുൾ ടൈം വേർക്കുന്ന പോലെ അല്ലാണ്ട് കുറച്ചൊന്ന് റിമൂവ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, പിന്നെ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുക, അങ്ങനത്തെ കുഴപ്പമില്ല. അതെ, അത് ട്രാൻസ്പ്ലാന്റ് അതും 15 days ഒരു ടൈം പറയാൻ കാരണം നമുക്ക് മുറിവുണ്ടായിരിക്കും. അപ്പൊ മുറിവ് ഉണ്ടെങ്കിൽ സ്കിന്നൊക്കെ കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ ടൈറ്റ് എന്തെങ്കിലും വെക്കുമ്പോൾ കുറച്ചും വീണ്ടും വേദന എടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആ ഒരു 15 days അവോയ്ഡ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാൻ. അതുപോലെ ഇവിടെ ഇപ്പോൾ GFCന്റെ റേറ്റ് എത്രയാണ് പെർ സെക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ പഴയ റേറ്റ് തന്നെയാണ്? സെയിം റേറ്റ് ആണ്, GFCക്ക് 2000 തന്നെയാണ്. അതുപോലെ തന്നെ PRP ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്തവർക്ക് 500, ചെയ്യാത്തവർക്ക് 1000. GFC എല്ലാവർക്കും 2000 ആണ്. എക്സോസോം GFCക്ക് 2500. അതന്നെയാണ് റേറ്റ് അല്ലേ? അതോടൊപ്പം തന്നെ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷന്റെ റേറ്റും കൂടി ഒന്ന് പറയാൻ പറ്റുമോ? ചിലർ ഇപ്പോഴും ചോദിക്കുന്ന റേറ്റ് കൂടിയിട്ടുണ്ടോ? പബ്ലിസിറ്റി കൂടുന്നതിനനുസരിച്ച് ക്ലിനിക്കുകൾ റേറ്റ് കൂട്ടുന്നുണ്ട്. ഇല്ല, നമുക്ക് ആ സെയിം റേറ്റ് തന്നെയാണ്. ആ സെയിം ഗ്രാഫ്റ്റിന് 10 rupees വരുന്നുള്ളൂ. 10 rupees. അതിലിപ്പോൾ നമ്മൾ ചെയ്യുന്നത് സഫയർ മെത്തേഡ് ആണ്. മറ്റേത് നീഡൽ മെത്തേഡ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. സഫയർ മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് ക്യാപ്പ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഹെയർ ഫാൾ ചെയ്യുന്ന സമയമാണല്ലോ, അപ്പോൾ ബാക്കിയുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ക്യാപ്പ് യൂസ് ചെയ്ത് നടക്കാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നത്. ഈ സെയിം ഹെൽമെറ്റിന്റെ പോലെ തന്നെയാണ് ക്യാപ്പിലും. അതിലും ഇടയ്ക്കൊരു ഫംഗ്ഷനൊക്കെ പോയി ഒരു 15-20 മിനിറ്റ് അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെയും ഓക്കെയാണ്. അല്ല ഫുൾ ടൈം ആയിട്ട് ക്യാപ്പ് വെക്കുമ്പോൾ വീണ്ടും ആ സ്വെറ്റ് ആവുന്നതും പിന്നെ തല എപ്പോഴും ഹീറ്റ് ആയിട്ടുള്ള ആ ഒരു പ്രശ്നമേ വരുള്ളൂ. അപ്പോൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. എന്തെങ്കിലും ചെറിയ കുറച്ച് നേരത്തേക്ക് മാത്രം ഫംഗ്ഷന്റെ സമയത്ത് മാത്രമാണെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ ഫുൾ ടൈം ആയിട്ട് വേണ്ട. അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്തവർക്കാണെങ്കിലും കുറേ ക്യാപ്പ് ഇടാൻ തുടങ്ങും. അത് കാരണം തന്നെ പിന്നെ മുടി ഒഴിച്ചിട്ടുണ്ടാവും. മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് ബെറ്റർ ആണ്. അപ്പോൾ ഞാൻ ചോദിക്കണേ, ഈ പാച്ച് വെക്കുമല്ലോ നമ്മള്, പാച്ച് വെക്കുന്നതുകൊണ്ട് ഈ മുടി കൊഴിയാനുള്ള ചാൻസ് ഇല്ലേ? നമുക്ക് വിഗ് പോലെ അതില് നമ്മൾ ഷേവ് ചെയ്തിട്ടാണല്ലോ ചില പേര് വെക്കുന്നത്. ഒന്ന് ക്ലിപ്പ് ടൈപ്പ് അല്ലെങ്കിൽ എം ടൈപ്പ് ഒക്കെ വെക്കുമ്പോൾ ആ ഭാഗത്ത് ഫുള്ള് ഷേവ് ചെയ്യും. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഷേവ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഗ്രോത്ത് കുറയാനും തുടങ്ങും. പിന്നെ ഫുൾ പാക്ഡ് ആയിട്ട് തന്നെ വെക്കുന്നതുകൊണ്ട് എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല, മുടി വളരാനൊരു സമയമേ കൊടുക്കുന്നില്ലല്ലോ. അപ്പം പിന്നെയും ഗ്രോത്ത് കുറയാൻ തുടങ്ങും. ചെറുതായിട്ട് യൂസ് ചെയ്യണ പോലെ തന്നെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ബെറ്റർ, അല്ലെങ്കിൽ കൂടുതൽ മുടി കൊയ്യാൻ ചാൻസ് കൂടുന്നുണ്ടല്ലേ? അതെ, ചെറിയൊരു കുറച്ച് ബാലൻസ് മാത്രമേ ഉണ്ടെങ്കിൽ അതിന് പാച്ചായിട്ട് പോകുന്നേക്കാളും നല്ലത് ട്രാൻസ്പ്ലാന്റ് ആണ്. ട്രാൻസ്പ്ലാന്റ് പോസിബിളേ അല്ല, തീരെ ഡോണർ ഇല്ല എന്നുള്ള ആൾക്കാർക്ക് പിന്നെ അതുപോലെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹെയർ കട്ട് ചെയ്യാൻ പറ്റും? എത്ര മാസം കഴിഞ്ഞാലാണ്? ഹെയർ കട്ട് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. മുടി ഗ്രോത്ത് വരുന്ന അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. ഫുള്ള് 0 ആക്കണോ അല്ലെങ്കിൽ ഫുള്ള് ഷേവ് ചെയ്യാനാണെങ്കിൽ ഒരു 1 year വരെ വെയിറ്റ് ചെയ്യാം. ട്രാൻസ്പ്ലാന്റ് ചെയ്ത ട്രിം ചെയ്യുന്നല്ലേ? ട്രിം വേണമെങ്കിലും ഒരു 5-6 months കഴിഞ്ഞാൽ ചെയ്യാം. പക്ഷെ ഫുള്ളായിട്ട് ഷേവ് ചെയ്യാനാണെങ്കിൽ 1 year വരെ വെയിറ്റ് ചെയ്യാം. പക്ഷെ ബാക്ക് സൈഡ് ഡോണർ ഏരിയയിൽ നമ്മൾ ഫുള്ള് 0 ആക്കി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യല്ലോ. അപ്പൊ ആ ഹെയർ തിരിച്ച് റീഗ്രോ ആവില്ലല്ലോ. അപ്പൊ അവിടെ മുടി എടുത്ത ഭാഗത്ത് എം ടി ആയിട്ടുള്ളത് അറിയാൻ പറ്റും. ഒരുപാട് ഷോർട്ട് ആയിട്ട് എപ്പോഴും വെക്കണ്ട, കുറച്ചൊന്നും ബാക്ക് സൈഡിലെ ലെങ്ത് വെക്കുക. അധികം ലോങ് ആക്കണം ഭാഗം കവർ അറിയുന്നില്ല ചോദിക്കുമ്പോഴൊക്കെ. അതേപോലെ തന്നെ ഇത് തന്നെയുള്ള ക്വസ്റ്റ്യൻ, ഈ ഡോണർ ഏരിയ നമുക്ക് ഹീലായി വരാൻ എത്ര സമയം എടുക്കും ചോദിച്ചു. ഡോണർ ഏരിയ ഫുൾ കംപ്ലീറ്റ് മുറി ഉണങ്ങാൻ ഒരു 1 week വരെ ഉള്ളൂ. പക്ഷെ അതിന് ശേഷം ചിലപ്പോൾ ഒരു കുത്തുന്ന പോലത്തെ ഒരു പെയിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെ ഒരു ഇറിച്ചിങ് പോലെയൊക്കെ ഫീൽ ആവും. അത് 1-2 മാസത്തിനുള്ളിൽ പതുക്കെ ശരിയായി വരുള്ളൂ. മാക്സിമം 1 മാസം തന്നെയാണ്. അത് ഇത്രയും പറയുമ്പോൾ ചിലക്ക് സമയം എടുക്കില്ല, പെട്ടെന്ന് ചിലർക്ക് ഹീലായി വരും. അതും നോർമൽ, അത് ഹീലിംഗിന്റെ ഒരു പ്രോസസ് അല്ലേ ഉള്ളൂ. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്യുക, അതുപോലെ എക്സസൈസ് ചെയ്യുക, ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? അതും ചെയ്യാം. അതും പക്ഷെ ഒരു 1 മാസം വരെ ടൈം കൊടുത്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. അത് 1 month ഒരു ടൈം കൊടുത്താൽ മതി. അതിനുശേഷം നോർമൽ റൂട്ടീൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളൊരു വർക്കിനായിട്ട് പോകാനാണെങ്കിൽ ഹെഡ് വാഷ് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ പോകാൻ പറ്റും. ഒരു വർക്കൗട്ട്സോ ജിമ്മായിട്ട് എക്സസൈസ് ആയിട്ട് ആണെങ്കിൽ ഒരു 15-20 days അല്ലെങ്കിൽ 1 month കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഹെവി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ വർക്കൗട്ട്സ് എത്ര ചെയ്യുന്ന അതിനനുസരിച്ച് സ്കാൽപ്പ് ക്ലീനിങ് കറക്റ്റായി ചെയ്തിട്ടുണ്ടായിരിക്കണം. വന്നിട്ട് വേർപ്പൊന്ന് വെക്കാണ്ട് അങ്ങനെ ക്ലീൻ ആക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന പറഞ്ഞാൽ ഫുള്ള് ഡ്രിം ചെയ്തിട്ടാണല്ലോ. ഇപ്പൊ പുതിയൊരു ടെക്നോളജി ഇറങ്ങിയിട്ട് ഇങ്ങനെ ന്യൂസിൽ കാണുന്നുണ്ട്, ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. അതിനെ കുറിച്ച് ഇപ്പോൾ ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിൽ എടുക്കുന്നത് നമുക്ക് ട്രിം ചെയ്യാണ്ട് ഫുൾ ഹെയർ ലെങ്ത് കൂടിയാണ് എടുക്കുന്നത്. പക്ഷെ ഇംപ്ലാന്റ് ചെയ്യുന്ന ശേഷം ആ ഷെഡിങ് ആയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഒരു എംപ്റ്റിനെസ്സിലേ ഫീൽ ആവുള്ളൂ. അപ്പൊ അതിന് അത്രയും കഷ്ടപ്പെട്ട് ലോങ് ഹെയർ
കാശ് കൂടുതലായി ചെയ്യുന്നതിനേക്കാളും പകരമാണ് നമ്മൾ നമ്മുടെ ഷെഡിങ് ടൈമിൽ എന്തായാലും നമ്മൾ പഴയ പോലെ കഷന്റെ ആയിട്ട് തന്നെ കാണും, പിന്നെ ഗ്രോത്ത് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്നുള്ളതല്ലേ. പിന്നെ രണ്ടാമത്തെ നമുക്ക് 1 വീക്ക് വരെ വാഷ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ 1 വീക്ക് വാഷ് ചെയ്യാതിരിക്കുമ്പോൾ ആ ഒരു താരൻ കാരണമായിട്ട് ഒരു ഇൻഫെക്ഷൻ പോലൊക്കെ ആയിട്ട് അങ്ങനെ വീണ്ടും മുടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിം ചെയ്യുന്നത്. ട്രിം ചെയ്താലും 1 വീക്ക് വാഷ് ചെയ്യില്ല, പക്ഷെ ഏറ്റവും ചെറിയ ഹെയർ സംഭവം നമുക്ക് അങ്ങനെ ഒരു ഫോള് നമുക്ക് കുറയ്ക്കാം. മറ്റു ഹെയർസിനും ഒരു ഫോള് വരാതെ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ട്രിം ചെയ്താൽ നല്ലതാണ്. അതുമില്ലാതെ കോസ്മെറ്റിക്കലി കാണുമ്പം ഒരു ഭാഗം ട്രിം ചെയ്തിട്ട് ഒരു ഭാഗം മുടിയായിട്ട് അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല, എല്ലാം ഒരുപോലെ ആയിരിക്കും. എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഡാൻഡ്രഫ് ഉണ്ടോ, അതുപോലെ ഏതാ ഷാമ്പു യൂസ് ചെയ്യുന്നത്? ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് കെയർ ചെയ്യേണ്ടത്? ഡാൻഡ്രഫ് വരാനുള്ള മെയിൻ റീസൺ സ്കാൽപ്പ് ഒന്നും ഒരുപാട് ഡ്രൈ ആയി വെക്കുന്നു, അല്ലെങ്കിൽ നല്ല അഴുക്കാക്കി വെക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെ മോശമാണ്, നമുക്ക് ഡൈജഷൻ പ്രോപ്പറായിട്ട് ആവാറില്ല, അല്ലെങ്കിൽ ഒരു സിങ്കിൻ്റെ ഡെഫിഷ്യൻസി അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു താരൻ്റെ റിഫ്ലക്ഷനായി വരുന്നത്. അപ്പോൾ അത് സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റും. കുറേ പേർ ആലോചിക്കുന്നത് വൺസ് വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് പോവില്ല എന്ന്. അതൊരു ഇൻഫെക്ഷൻ പോലേ ഉള്ളൂ. ഒരു 4-5 ഡേയ്സ് നമ്മൾ പ്രോപ്പർ വാഷ് ചെയ്തില്ലെങ്കിൽ വീണ്ടും വരും. അഥവാ താരൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ഷാംപൂസ് നമ്മൾ കീറ്റോകോണസോൾ അല്ലെങ്കിൽ സൈക്ലോപെറോക്സ്, കോൾത്താർ അങ്ങനത്തെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് മുടി കൊഴിച്ചിൽ സാധാരണ നോർമലുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിയും കൊഴിഞ്ഞു പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? നമ്മൾ മുടി കൊയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വെക്കുന്നത്. ഇല്ല, അങ്ങനെയല്ല. അത് മുടി കൊഴിച്ചിലേ ഉണ്ടാവില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിയാണെങ്കിലും ഒറിജിനൽ ഹെയർ നമുക്ക് പ്ലേസ് ആണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ആ ഹോർമോൺ സെൻസിറ്റിവിറ്റി ഇല്ലാത്ത ഭാഗം ഭയങ്കര സേഫ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് എടുത്ത് വെക്കുമ്പോൾ മുടിയുടെ ലൈഫ് കൂടുതലുണ്ടാകും മറ്റേ മുടിനെ കമ്പയർ ചെയ്യും. പക്ഷെ ഒരിക്കലും കൊഴിയേ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ബിഫോർ ട്രാൻസ്പ്ലാന്റ് നമ്മൾ എന്തുകൊണ്ടാണോ മുടി കൊഴിച്ചിലുണ്ടായിട്ട് വന്നത്, ആ ഒരു സെയിം റീസൺസ് കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ശേഷമാണെങ്കിലും മുടി കൊഴിയും. നമ്മൾ ഫുഡ് പ്രോപ്പർ എടുക്കാറില്ല, അല്ലെങ്കിൽ കഴിക്കുന്നു പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടൊന്നും ഇല്ല, ഉറക്കം വളരെ മോശമാണ്, ഡാൻഡ്രഫ് ഉണ്ട്, ആൽക്കഹോൾ സ്മോക്കിംഗ് വളരെ കൂടുതലായിട്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് കെമിക്കൽസ് അധികമുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നു, ഹെയർ കളേഴ്സ്, ട്രിം, ഹെയർ സ്ട്രൈറ്റനിങ്ങോ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്നത്, പിന്നെ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് ഒരു വൈറൽ ഫീവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ശരീരം വീക്കായിട്ട് മുടി പോകുന്നത് അങ്ങനെയൊക്കെ ആകുമ്പം ഇംപ്ലാന്റ് ചെയ്ത മുടിയാണെങ്കിലും കൊഴിയും. ഒരിക്കലും ഈ മുടി കൊഴിയേയില്ല എന്ന് പറയാനേ പറ്റില്ല. അതും ഒറിജിനൽ ഹെയർ. നമ്മുടെ ഫിസിക്കൽ ഹാബിറ്റ്സ് വൈസോ അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് എന്തൊക്കെയാണോ മുടിക്ക് പ്രശ്നം വരുന്നത് ആ മറ്റു മുടിക്കും എഫക്റ്റ് ആവും. അപ്പൊ അത് നമ്മൾ മെയിൻ്റനൻസ് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ മെയിൻ്റനൻസ് പറയുമ്പോൾ ലൈഫ് ലോങ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നില്ല. നമ്മുടെ ഹാബിറ്റ്സ് വൈസ് കൊഴിച്ചിലുണ്ടാവുന്ന റീസൺ എന്താണോ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കൺട്രോൾ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ലോങ് ടേം ആയിട്ട് ട്രീറ്റ്മെന്റ്സിന്റെ ആവശ്യമില്ല. അഥവാ എനിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്നു അത് കാരണം മുടി പോകുന്ന സമയത്താകുമ്പോൾ എനിക്ക് അതുപോലത്തെ PRPയിലോ GFCs ഒക്കെ എടുത്തിട്ട് ഒരു വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിക്ക് വേണ്ടി ലൈഫ് ലോങ് നമ്മൾ മരുന്നോ ഗുളിക അങ്ങനെ എന്തെങ്കിലും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ? ഇല്ല, ബാക്കിയുള്ള മുടിക്കാണെങ്കിൽ ലൈഫ് ലോങ് മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മുടെ ഹാബിറ്റ്സ് വൈസും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെയാണ്. കൊഴിച്ചിലുണ്ടാവുന്ന എന്തൊക്കെ റീസൺസ് അത് അവോയ്ഡ് ചെയ്താൽ മതി. പിന്നെ ആദ്യം ബാലൻസ് വരുന്ന ഒരു പാരമ്പര്യമായിട്ടുള്ള കഷൻ്റെ ആണല്ലോ ഫസ്റ്റ് വരുന്നത്. അതല്ലാതെ കുറച്ചുകൂടി നേരത്തെ വരുന്നത്, ഇപ്പോൾ അച്ഛനും എല്ലാ അങ്കിൾസൊക്കെ ഒരു 60s വന്നത് നമുക്ക് 20s 30s വരുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ കാരണം കുറച്ചുകൂടി നേരത്തെ വന്നു. അപ്പം അത് ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോളും കൺട്രോൾ ചെയ്യാൻ പറ്റും. സഫയർ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ സഫയറും നീഡിലൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം ശരിക്കും? ആ സ്ലിറ്റിംഗ് ഇടാനായിട്ടുള്ള യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരേ സഫയർ ഉള്ളൂ. അതേ ഉള്ളൂ വ്യത്യാസം. നമ്മൾ എടുക്കുന്നത് നോർമൽ FUE മെത്തേഡാണ്. ഇംപ്ലാന്റ് ചെയ്യുന്ന പഴയ മെത്തേഡ് തന്നെ. ഇംപ്ലാന്റ് ചെയ്യുന്നതാണ് നമ്മൾ സ്ലിറ്റ്സ് ഇടുന്നുണ്ടല്ലോ, മുടി വെക്കാനുള്ള ഹോൾസ് ഇടുന്നില്ലേ, അത് ആദ്യമേ നീഡിൽ വെച്ചിട്ടത്. പിന്നെ അതിന്റെ പകരം ഇപ്പൊ സഫയർ ബ്ലേഡ് യൂസ് ചെയ്യുന്നു സ്ലിറ്റ്സ് ഇടാൻ. അതേ ഉള്ളൂ വ്യത്യാസം. അതുകൊണ്ട് എന്താണ് നമുക്കൊരു ബെനിഫിറ്റ്? സഫയറിലാകുമ്പോൾ നമുക്ക് നീഡിൽ ചെയ്യുമ്പോൾ ചില ഒരു കോബിൾ സ്റ്റോൺ പോലൊക്കെ ചെറിയ ചെറിയ റൗണ്ട്സ് ഒക്കെ ഫീൽ ആവുമല്ലോ, അങ്ങനെ ഉണ്ടാവില്ല സഫയറിൽ. പിന്നെ കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഡെൻസിറ്റി മാക്സിമം എത്രയാണോ പോസിബിൾ അത്രയും കൊടുക്കാൻ പറ്റും. നീഡിലിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആവും. പക്ഷെ ഡെൻസിറ്റിയുടെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലെ ഡോണറിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എങ്ങനെയാണോ അതിന്റെ ഡിപ്പെൻസ് ആണ് ഡെൻസിറ്റി. എല്ലാവർക്കും സെയിം ഡെൻസ് ആയിരിക്കില്ല, അവരുടെ ഡോണർ ഡിപ്പെൻസ് ആണ്. അതുപോലെ റിസൾട്ടും അതെ, കാരണം കുറെ പേര് സഫയർ എക്സ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. എക്സ്ട്രാക്ഷനിലെ 2 മെത്തേഡേ ഉള്ളൂ, FUT, FUE എന്ന് പറഞ്ഞത്. FUT എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിലെ സ്കിൻ ഇങ്ങനെ പീൽ ചെയ്തെടുത്തിട്ട് ഒരു സ്റ്റിച്ചൊക്കെ ഇട്ടിടുന്ന പോലെ. അത് FUE എന്ന് പറയുമ്പോൾ ഓരോരോ മുടിയായിട്ട് ഇങ്ങനെ എടുക്കും, ഓരോ റൂട്ടായിട്ട് അങ്ങനെ എടുക്കുന്നത്. ഇവിടെ ചെയ്യുന്നത് FUE ആണ്. ഇംപ്ലാന്റേഷനിൽ 2 ടൈപ്പേ ഉള്ളൂ. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് പെൻ ചെയ്യുന്നത്, ഇന്നൊന്ന് സ്ലിറ്റ്സ് ഇട്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് ചെയ്യുന്നതാണ് ഇംപ്ലാന്റർ പെന്നും കൊണ്ട് ചെയ്യുന്നത്. അത് DHA എന്നൊക്കെ പറയാറുണ്ട്. സ്ലിറ്റ് മെത്തേഡ്, സ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഹോൾസ് ഇട്ടിട്ട് പിന്നെ മുടി വെക്കുന്നതില്ല. ആ സ്ലിറ്റ് ഇടാനായിട്ട് നീഡിൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് നീഡിൽ മെത്തേഡ് പറയുന്നു. സഫയർ ബ്ലേഡ് വെച്ച് സ്ലിറ്റ് ഇട്ടാൽ അത് സഫയർ മെത്തേഡ് പറയുന്നു. അത്രേ. അതെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടില്ല, ആൻസർ ഒക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് സംബന്ധമായിട്ട് ട്രാൻസ്പ്ലാന്റേഷനോ മുടി കൊഴിച്ചിലോ മുടി സംബന്ധമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ
ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.